ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൈകുന്നേരം ഒരു ചൂട് കട്ടൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രണ്ട് കോംബോ നമ്മൾ പല രീതിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇതുവരെ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് കപ്പ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു 1/4 കിലോളം കപ്പ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് വേവിച്ച് മാറ്റി വെച്ചതാണിത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ബീഫ് കൂടി എടുത്തിട്ടുണ്ട്. ബീഫ് ഒരു കപ്പോളം നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. നമ്മുടെ കയ്യിൽ കറി വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു വലിയ സവാള 1-2 പച്ചമുളക് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കാം, പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്നിട്ട് ഒന്ന് സോഫ്റ്റായി വരണം. അത്രയും സമയം നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് സ്പൈസി ആയിട്ടുള്ള മസാല ആണെങ്കിലാണ് ഇത് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യാം, അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. ബീഫ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. മസാലയും ബീഫും തമ്മിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവ് നോക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം, ഒന്ന് തണുക്കട്ടെ. ഇനി ഞാനൊരു 6-7 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനായിട്ട് 2 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കപ്പ ഞാൻ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. അധികം കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുത്തിട്ടുള്ള കപ്പയിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ആ ഒരു കൂട്ടുകൂടി ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചെടുക്കണം. ഈ കപ്പയിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പാകത്തിന് ഉപ്പുണ്ടാവണം, എന്നാലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കത് കൈവച്ച് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിനാണ് വേണ്ടത്. ചില സമയത്ത് നമ്മളിതുപോലെ കപ്പ ഉടച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളത് പോലെ തോന്നും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ അരിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഇതുപോലെ നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ മസാല വെച്ച് കൊടുക്കാം. ഒരു 1-2 ടീസ്പൂൺ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഇതുപോലുള്ള സ്നാക്സ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്കൊരു ഉന്നക്കായുടെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കിത് കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. എനിക്ക് കിട്ടിയിട്ടുള്ള ഈ കപ്പ നല്ല പൊടിയുള്ള കപ്പ ആയതുകൊണ്ടാണ് അരിപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ സ്നാക്കും ഷേപ്പാക്കി എടുക്കാം. ആദ്യം ഞാനിവിടെ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മസാല നമുക്ക് ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് മുട്ടയിലും അതുപോലെ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് 2 മുട്ടയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ ഓരോ സ്നാക്കും ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മുട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് മൈദമാവ് കുറച്ച് ലൂസായിട്ടൊന്ന് കലക്കിയെടുത്താലും മതി. ഞാനിവിടെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെക്കുകയാണ്.
എല്ലാ സ്നാക്കും ഇതുപോലെ മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിപ്പോൾ എല്ലാ സ്നാക്കും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് സ്നാക്ക് വെച്ച് കൊടുക്കാം. നമ്മളുടെ പാനിൻ്റെ ചീനിച്ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് 2, 3, 4 സ്നാക്കൊക്കെ ഒരുമിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുകൾ ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. നമ്മളിതിൽ ചേർത്തിട്ടുള്ള എല്ലാതും ആദ്യം തന്നെ വേവിച്ചെടുത്തത് കൊണ്ട് മുകൾ ഭാഗം നല്ല ഗോൾഡൻ കളറിൽ മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. എല്ലാ സൈഡും തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ടത് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്നാക്സൊക്കെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മുഴുവൻ സ്നാക്സും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കപ്പയും ബീഫും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ കപ്പ വെച്ച് ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഈ മഴ സമയത്തൊക്കെ നമുക്കൊരു ചൂട് കട്ടൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.